വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ ആം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മാത്സ് ആണ്. അപ്പോൾ നമ്മുടെ മാത്സിന്റെ 4th ക്ലാസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഓരോ നമ്പേഴ്സിൻ്റെ അല്ലേ, ഒരു 4 ഡിജിറ്റ് നമ്പറിൻ്റെ ഒക്കെ സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ഓപ്ഷൻസ് നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡും അതുപോലെ തന്നെ നമ്മൾ വേറെ മെത്തേഡും പഠിച്ചു. നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കും. 7569 സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തി അല്ലെ. നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നമ്മൾ ഈ നമ്പറിനെ 2 പാർട്ടായി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. അത് 9 ആണ്. അപ്പോൾ 9 വരാനുള്ള ചാൻസ് എപ്പോഴൊക്കെയാണ് വരിക? 9 വരുന്നത് ഇവിടെ 3 ആവുന്ന സമയത്തും അതുപോലെ ഇവിടെ 7 ആകുന്ന സമയത്താണ് ഈ ഒരു യൂണിറ്റ് ഡിജിറ്റ് 9 വരിക. അപ്പോൾ നമുക്ക് ആ കാര്യം ഉറപ്പായി, 3ഓ 7ഓ ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കുക, ഇത് 75 ആണ്. 75ന്റെ മുന്നേ ഉള്ള സ്ക്വയർ നമ്പർ എത്രയാണ് നോക്കുക. അപ്പോൾ നമുക്കറിയാം 8 8 64 ആണ്. അതായത് 8ന്റെ സ്ക്വയർ 64. പിന്നെ വരുന്നത് 9ന്റെ സ്ക്വയർ 81 ആണ്. ഒന്നുകിൽ 75ഓ അല്ലെങ്കിൽ 75 താഴെയുള്ള തൊട്ട് മുന്നത്തെ സ്ക്വയർ നമ്പർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 8 എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 83 ആണോ 87 ആണോ നമ്മൾ സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു 8ന്റെ സ്ക്വയർ 64 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ 8 ആണ്. 8 ഇൻറ്റു 8ന്റെ തൊട്ടടുത്ത നമ്പർ മേലെ വരുന്ന നമ്പർ 9 ആണ്. 8 9 72 നമുക്ക് കിട്ടി. ആ 72ഉം ഈ 75 തമ്മിൽ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം അല്ലേ. അപ്പോൾ 72ഉം 75 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? 72 75നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ നമ്പർ ഈ ഇവിടെ ഉള്ള നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ ഏത് നമ്പർ സെലക്ട് ചെയ്യണം? ഈ 2 നമ്പറിൽ വലിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. അതായത് 87 ആയിരിക്കും 7569ന്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 806 56 80656ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച സ്റ്റെപ്പ് വെച്ച് എന്ത് ചെയ്യുക? നമുക്കത് കണ്ടെത്താൻ പറ്റും. നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മെത്തേഡ് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പോൾ 5 നമ്പറുള്ള ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു നമ്പറാണ് നമുക്ക് വിചാരിക്കുക. 5 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് ഈ 2 നമ്പറിനെ ഒരു ടീമാക്കി മാറ്റാം. ബാക്കിയുള്ള ഈ 3 നമ്പറിനെ എന്ത് ചെയ്യുക? ഒരു ടീമാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ 2ആയി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 5 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ വരുന്ന 2 നമ്പറിനെ ഒരു പാർട്ടായിട്ടും ഇവിടെ വരുന്ന ഈ 3 നമ്പറിനെ ഒരു പാർട്ടായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നോക്കേണ്ടത് ഈ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 6 ആണ് അല്ലേ. 6 ഏതൊക്കെ ചാൻസിലാണ് വരിക? നമുക്ക് നോക്കാം. 6 വരുന്ന ചാൻസുകൾ ഒന്നെങ്കിൽ 6 ഇൻറ്റു 6 36 അല്ലേ, അല്ലെങ്കിൽ 4 ഇൻറ്റു 4 16. അപ്പോൾ ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ എത്ര ആയിരിക്കും? 6 ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട് നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. 6ഓ അല്ലെങ്കിൽ 4ഓ ആയിരിക്കും സ്ക്വയർ റൂട്ട് നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇനി എന്ത് ചെയ്യാം? 806 നോക്കുക. 806ഓ അല്ലെങ്കിൽ അതിന് താഴെയോ തൊട്ടടുത്ത് വരുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ ഉള്ളത് നോക്കുക. അപ്പോൾ നമുക്കറിയാം 28 സ്ക്വയർ അല്ലെ. 28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784 ആണ്. അതുപോലെ 29 സ്ക്വയർ 841 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 806ന്റെ മുന്നേ വരുന്ന നമ്പർ ഏതാണ്? 28ന്റെ സ്ക്വയർ ആണ് 806ന്റെ മുന്നേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ നമ്പർ നമ്മൾ 28 സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് 28 ആയി. അപ്പോൾ നമുക്ക് 284ഉം കിട്ടിയിട്ടുണ്ട്, 286ഉം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിൽ ആരാണ് ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞു 28 ആണ് നമുക്ക് കിട്ടിയത്. എന്ത് ചെയ്യുക? ആ 28 ഇൻറ്റു 28ന്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 29. എത്ര കിട്ടും?
800, 784, 30, 804, 814, 812 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 812 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ 812ഉം ഈ 806ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. എന്ത് മനസ്സിലാവും? 812 ആണ് വലുത്. 806നേക്കാളും വലിയ നമ്പർ 812 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ നമ്പർ വലുതാണെങ്കിൽ ഇതിൽ ചെറുത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 284 ആയിരിക്കും നമ്മുടെ ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. വീണ്ടും ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കൂടി എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നോ ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 0.0001 ഈ നമ്പറിന്റെ റൂട്ട് നമ്മൾ കണ്ടെത്തണം. 0.0001ന്റെ റൂട്ട് എത്രയായിരിക്കും? നമുക്കറിയാം 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 0.0001 വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ ആൻസർ? 0.01 ആയിരിക്കും ആൻസർ അല്ലേ? നമുക്കറിയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 0.2 × 0.2 എത്രയാണ്? നമ്മൾ ഈ 4 എഴുതുക. പിന്നെ ഇവിടെ ഒരു സ്ഥാനം മാറിയ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും ഒരു സ്ഥാനം മാറിയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറിയിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കുക, 0.04. അതുപോലെ നമുക്കറിയാം 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0.1 × 0.1 ആകുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു സ്ഥാനം മാറിയിട്ടുണ്ട്, ഇവിടെയും ഒരു സ്ഥാനം മാറിയിട്ടുണ്ട്. ടോട്ടൽ 2 സ്ഥാനം മാറിയിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക, 0.01 ആയിരിക്കും. അതുപോലെ 0.01 × 0.01 എത്ര ആയിരിക്കും? ഇവിടെ 2 സ്ഥാനം മാറിയിട്ടുണ്ട്, ഇവിടെയും 2 സ്ഥാനം മാറിയിട്ടുണ്ട്. ടോട്ടൽ 4 സ്ഥാനം മാറുക. ഓക്കെ, 0.0001. അപ്പോൾ നോക്കൂ, നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? അതായത് ഈ നമ്പറിന്റെ റൂട്ട് ആയിരിക്കും 0.01. ഇതൊക്കെ നമ്മുടെ മാത്സിലെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 0.000001 ഓക്കെ ഇൻറ്റു 10⁻⁻1 ഡിവൈഡഡ് ബൈ 0.0000000001. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ടോ? ഒരു വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നുണ്ടല്ലേ? ഇതൊക്കെ സാധാരണ നമ്മുടെ റെയിൽവേയുടെ എക്സാമിനും അതുപോലെ SSCയുടെ എക്സാമിനും സാധാരണ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രിക്ക് മനസ്സിലായി സിമ്പിൾ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കാം, ഇത് 0.0001 ആണ് ഇൻറ്റു 10⁻1. താഴെ നോക്കുക 0.00 മൊത്തം 9 പൂജ്യം ഉണ്ട്. ഓക്കെ, 0.0000000001. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇവിടെ നോക്കുക, ഇവിടെ മൊത്തം 6 0 ഉണ്ട് അല്ലേ? അതായത് 7 സ്ഥാനം മാറിയിട്ടാണ് ബാക്കോട്ട് പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 0.000001 നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക? നമുക്ക് ആദ്യം എന്താ നോക്കാം. ഇവിടെ 10⁻1 ഉണ്ട്, അതുപോലെ താഴെ വലിയൊരു പോയിന്റ് ഉള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കറിയാം 10⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻1. അത് നമുക്കറിയാം 10 തന്നെയാണ് അല്ലേ? 10⁻2 അല്ലെങ്കിൽ 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 × 10 അല്ലെങ്കിൽ 100 ആണ് 10². ഇനി ഇവിടെ നോക്കുക 10⁻⁻1. എന്താണ് 10⁻⁻1 എന്ന് പറഞ്ഞാൽ? 10⁻⁻1 എന്ന് പറയുന്നത് അർത്ഥം 1/10 എന്നാണ് അർത്ഥം.
10⁻1 എന്ന് പറഞ്ഞാൽ 1/10 എന്നാണ് അർത്ഥം. അതായത് 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ഥാനം മാറിയിട്ട് ഒന്നിന്റെ ബാക്കോട്ട് ഒരു സ്ഥാനം മാറി എന്ത് ചെയ്യുക? പോയിന്റ് കൊടുക്കുക. അതായത് 1 എഴുതുക, ഇവിടെ പോയിന്റ് കൊടുക്കുക. അതായത് 0.1 കിട്ടും. 10⁻1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അതായത് 0.1. അപ്പൊ എന്തായിരിക്കും 10⁻2? 1/10⁻2 അല്ലെങ്കിൽ 1/10⁻2 അല്ലെങ്കിൽ 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 1/100 എത്ര കിട്ടും? ഇതേപോലെ തന്നെ രണ്ട് സ്ഥാനം മാറിയിട്ട് പോയിന്റ് കൊടുക്കുക. 0.01 കിട്ടും. അതേപോലെ 10⁻3 ചെയ്ത് വെക്കുക. എത്ര കിട്ടും? 1/10⁻3 കിട്ടും. അതായത് 1/1000. ബാക്കോട്ട് 3 സ്ഥാനം മാറിയിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോൾ -2 വന്നപ്പോൾ 2 സ്ഥാനം മാറി. -1 ആയപ്പോൾ 1 സ്ഥാനം. -3 വരുമ്പോൾ 3 സ്ഥാനം. ഇവിടെ നോക്കാം. ഇവിടെ എത്ര സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത് നോക്കാം. 1 2 3 4 5 6 7 7 സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ഈ ഒരു കാണുന്ന വാല്യൂനെ എങ്ങനെ എഴുതാം? 10⁻7 സ്ഥാനമാണ് ബാക്കോട്ട് മാറി കിടക്കുന്നത്. ഒരു സ്ഥാനം ബാക്കോട്ട് മാറുകയാണെങ്കിൽ 10⁻1 കൊടുക്കാം. 2 സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ 10⁻1 കൊടുക്കാം. അപ്പോൾ ഇവിടെ 7 സ്ഥാനം ബാക്കോട്ട് മാറി കിടക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? 10⁻7 കൊടുക്കാം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കാം. പിന്നെ ഇൻറ്റു 10⁻1. എന്താ 10⁻1 എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പ്രത്യേകം 10⁻1 എഴുതേണ്ട ആവശ്യമില്ല. 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. അപ്പോൾ ഇൻറ്റു 10 എഴുതി, ഡിവൈഡഡ് ബൈ. ഇവിടെ നോക്കുക, ഇവിടെ എത്ര സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 10 സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം 10⁻10. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്വയർ റൂട്ട് കാണാനുണ്ട്. നമ്മൾ റൂട്ടിനകത്താക്കുക. ഇവിടെ നോക്കൂ, ഇത് നമുക്ക് ഇനി സിമ്പിളായി സോൾവ് ചെയ്തൂടെ? എങ്ങനെയും ചെയ്യാം? 10⁻⁻. കാരണം നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താണ്? ഇവിടെ 1ന്റെ ടൈം ആണ്, ഇവിടെയും 1ന്റെ ടൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10 വെച്ച് നമുക്ക് എഴുതാൻ പറ്റി. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ എഴുതിയത് ബാക്കി നിങ്ങൾ താഴെ വരെ എഴുതുക. അതായത് ഞാൻ 10⁻2 വരെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? 10⁻3 എഴുതുക, -4 എഴുതുക, -5 എഴുതുക, -6 എഴുതുക, -7 എഴുതുക, -8 എഴുതുക, -10 വരെ എഴുതി നോക്കാം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും നിങ്ങൾ എഴുതിക്കോ, നന്നായിരിക്കും. കാരണം പിന്നീട് നിങ്ങൾ എക്സാമിന്റെ സമയത്തൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മ പുതുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഈ നമ്മൾ ഇങ്ങനെ എഴുതിയുള്ളത് ഓർമ്മ പുതുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ടേബിൾ പോലെ അവിടെ എഴുതി വെക്കുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 10⁻7 × 10 ഡിവൈഡ് ബൈ 10⁻10. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചതാണ്. ഇവിടെ നോക്കുക, ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. a⁻m × a⁻n. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m+n ആണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ a എന്ന് പറഞ്ഞാൽ 10, ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ 10, ഇവിടുത്തെ m എന്ന് പറഞ്ഞാൽ -7, ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 1. നമുക്കിങ്ങനെ മാറ്റി എഴുതാം. 10⁻7 × 10⁻1 ആണ് അല്ലെ? മേലെ ഉണ്ടായിരുന്നത് 10⁻7 × 10⁻1 ആണ്. ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? a⁻m+n. അതായത് 10⁻m എത്രയാണ്? -7 ആണ്, പ്ലസ് n 1 ആണ്. നമ്മൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? -7 + 1 എങ്ങനെ സോൾവ് ചെയ്യാം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. അതായത് -7 + 1 ചെയ്ത് എത്ര കിട്ടും? -6 കിട്ടും. 10⁻6 കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടൈമിന് നമ്മൾ മാറ്റി എഴുതി 10⁻6 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റൂട്ടിനകത്ത് 10⁻6 എഴുതി, ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യാം? 10⁻10 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ് നമ്മൾ ഇതിന് എന്ത് ചെയ്താൽ താഴെ നോക്കുക, a⁻m ഡിവൈഡഡ് ബൈ a⁻n. അതായത് ഇവിടുത്തെ കേസിൽ a⁻m എന്ന് പറയുന്നത് 10⁻6 ആണ്. ഓക്കെ,
അതുപോലെ a raised to n എന്ന് പറഞ്ഞാൽ 10 raised to minus 10 ആണ്. ഇവിടെ നോക്കാം a raised to m by a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m minus n ആണ്. ഇവിടെ നോക്കാം ഇൻറ്റു ആണെങ്കിൽ m പ്ലസ് എന്നും ഡിവിഷൻ ആണെങ്കിൽ മൈനസ് എന്നും. ഇത് രണ്ടും ഒരു ചെറിയ ബോക്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഞാനൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. ഓക്കെ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ നോക്കാം 10 raised to minus 6 divided by 10 raised to minus 10. നമുക്ക് എന്ത് എഴുതാം? ഈ പറഞ്ഞ സംഭവം ഇങ്ങോട്ട് എഴുതാം. അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടെ a എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇവിടെ m എന്ന് പറഞ്ഞാൽ 10 raised to minus 6 ആണ്, ഡിവൈഡ് ബൈ അടുത്ത a എന്ന് പറഞ്ഞാൽ 10 ആണ്, n എന്ന് പറഞ്ഞാൽ മൈനസ് 10 ആണ്. ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? 10 raised to m മൈനസ് n, ഇവിടെ m മൈനസ് 6 മൈനസ് n മൈനസ് 10. ഓക്കെ, എന്ത് കിട്ടി? എന്ത് കിട്ടും നമുക്ക് ആൻസർ? മൈനസ് 6 മൈനസ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 10 raised to minus 6 പ്ലസ് 10 ആക്കി മാറ്റാം അല്ലെ? ഈ മൈനസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുക? പ്ലസ് ആയി മാറി. അപ്പോൾ മൈനസ് 10 raised to minus 6 പ്ലസ് 10 ആയി. ഇനി എന്ത് ചെയ്യുക? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. 10 നിന്ന് 6 കുറയ്ക്കാൻ 4 ആണ്, 10ന്റെ സൈന് പ്ലസ് ആണ്, 10 raised to 4. അപ്പോൾ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10 raised to 4 കിട്ടി അല്ലേ? റൂട്ടിനകത്ത് 10 raised to 4 കിട്ടി. 10 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 10 raised to 3 എന്ന് പറഞ്ഞാൽ 1000, 10 raised to 4 എന്ന് പറഞ്ഞാൽ 10000 അല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ റൂട്ട് നമുക്ക് സിമ്പിളായി കാണാം. എത്രയായിരിക്കും? 100 ആയിരിക്കും ഇതിന്റെ റൂട്ട് അല്ലെ? 100 × 100 ആണ് 10000. 2 0 ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 100 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടുന്ന് ആൻസർ കിട്ടും. അതായത് റൂട്ട് ഓഫ് 10 raised to 4 എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് കാണാം, 10 സ്ക്വയർ. ഓക്കെ, അതും 100. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം? അതൊക്കെ നിങ്ങൾ അവസാനം ആൻസർ ചെയ്യാം. നമ്മുടെ സ്റ്റെപ്പ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അയ്യോ ഒരുപാട് പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട്, ചെയ്ത് തെറ്റി പോകുന്നു വിചാരിക്കരുത്. സിമ്പിൾ ആണ്. ആ പോയിന്റ് എത്ര സാധനമായിട്ടാണ് പോയിന്റ് നോക്കുക, അത് എഴുതി എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ കറക്റ്റ് ഫോളോ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4th question. Square root of 0.0025. സിമ്പിൾ ആണല്ലേ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 0.0025 എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? നമുക്കറിയാം 25ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 5 ആണ് അല്ലേ? 0.5 × 0.5 എത്ര ആയിരിക്കും? നമുക്കറിയാം 2 0.5 ഒരു സ്ഥാനം പോയിന്റ് മാറി, പിന്നെ ഇൻറ്റു വീണ്ടും 0.5 ആകുമ്പോൾ അവിടെ ഒരു സ്ഥാനം മാറി. അപ്പോൾ 2 സ്ഥാനം പിന്നോട്ട് മാറിയാൽ 0.25 ആണ് കിട്ടുക. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ആണെങ്കിൽ 0.05 × 0.05 എത്ര ആയിരിക്കും? 25 എഴുതാം. 0.05 അവിടെ 2 സ്ഥാനമായിട്ടാണ് പോയിന്റ് വരുന്നത്. അപ്പുറം 2 സ്ഥാനം മാറി പോയിന്റ് ആയിരിക്കും, മൊത്തം 4 സ്ഥാനം. അപ്പോൾ നമ്മുടെ ആൻസർ 0.05 ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ മാത്സിൽ അത്യാവശ്യം എന്താ പറയുക ഐഡിയ ആൾക്കാർക്ക് അങ്ങനെ സിമ്പിളായി ചെയ്യാനുള്ളൂ അല്ലെ? മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ആൻസർ ഉള്ളൂ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? റൂട്ടിനകത്തേക്ക് ഇവിടെ 0.0025 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിന്റിനെ മൊത്തം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് 25 ഇവിടെ 4 സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത് അല്ലേ? 25/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 ആണ്. 25/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 ആണ്. 25/1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.025 ആണ്. 25/10000 എത്രയാണ്? 25/10000 എത്രയാണ്? 0.0025 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന ഈ ഒരു ഫ്രാക്ഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ആക്കി മാറ്റി എഴുതി 25/10000 ആക്കിയാൽ മതി അല്ലേ? അതായത് പോയിന്റ് 4 സ്ഥാനം മാറ്റം എന്ത് ചെയ്യുക? പോയിന്റ് ബാക്കോട്ട് ഇട്ടാൽ ഈ സംഭവമായി. ഇനി എന്ത് ചെയ്യുക? നമുക്കറിയാം 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. അതേപോലെ 10000ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 100 ആണ്. 5/100 പറഞ്ഞാൽ എത്രയാണ്? 0.05 അല്ലെ? 100 ആകുമ്പോൾ 2 സ്ഥാനം ബാക്കോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ നമ്മുടെ ആൻസർ ആയി.
ഞാൻ ആദ്യം ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അത്യാവശ്യം മാത്സിലായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു സ്റ്റെപ്പ് ചെയ്യാനുള്ളൂ, ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം 25 മാറ്റി എഴുതി, ഇനി എന്ത് ചെയ്യുക, ഇവിടെ 4 0 വരുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ ആ 4 0 കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ എവിടെയും പോയി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കുറച്ച് ഹൈ ലെവൽ പ്രോബ്ലമാണ്. ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ നമ്മുടെ CBT 2-നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നല്ല സ്കോർ വാങ്ങി നമുക്ക് നല്ലൊരു ജോലി എടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 3.07 സ്ക്വയർ പ്ലസ് 0.0193 whole square divided by 0.307 whole square plus 0.00193 whole square. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തണം അല്ലേ? നിങ്ങൾ ഈ നമ്മുടെ എക്സാമിന്, നമ്മുടെ റെയിൽവേൻ്റെ എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളൊരു SSCൻ്റെ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്താ ചെയ്യുക? ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്? അല്ലെ, കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. 3.07 സ്ക്വയർ പ്ലസ് 0.0193 സ്ക്വയർ ഡിവൈഡ് ബൈ 0.307 ഹോൾ സ്ക്വയർ പ്ലസ് 0.00193 ഹോൾ സ്ക്വയർ അല്ലേ? കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഇനി ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എന്തായിരിക്കും, തെറ്റിപ്പോകുന്നൊരു പേടി ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെ നോക്കുക, അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കുക, ഇത് 3.07, താഴെ നോക്കുക 0.307. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? 3.07 ആണെങ്കിൽ ഇത് 0.307 ആണ്. അതായത് ഇവിടുന്ന് ഒരു സ്ഥാനം ബാക്കോട്ട് മാറിയിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കുക, ഈ നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 കൊടുത്താൽ എന്തായി? 0.307 ആയി അല്ലേ? അതുപോലെ ഇവിടെ നോക്കുക, ഇത് 0.0193, താഴെ നോക്കുക 0.00193. ഇവിടെ ഒരു 0 ഉള്ളൂ, ഇവിടെ 2 0 വന്നു. അതായത് ഈ കാണുന്ന നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 കൊടുത്താൽ ഈ നമ്പറായി. അത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം, വീണ്ടും കേട്ട് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ സ്ക്വയർ റൂട്ടിനകത്തേക്ക് ഈ സംഭവങ്ങൾ മാറ്റി എഴുതാൻ പോകണം. ഓക്കെ, അതായത് 3.07 ഹോൾ സ്ക്വയർ പ്ലസ് 0.0193 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെഴുതാം, 3.07 ഡിവൈഡഡ് ബൈ 10. നമ്മൾ ഈ നമ്പറിനെ ബൈ 10 ആക്കി മാറ്റി എഴുതി അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ ബൈ 10 ആക്കി മാറ്റി എഴുതി. എന്ത് ചെയ്യുക, ഹോൾ സ്ക്വയർ കൊടുക്കുക. അതുപോലെ ഈ നമ്പർ വീണ്ടും എഴുതുക 0.0193. ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് 0.00193 അല്ലേ? ഹോൾ സ്ക്വയർ കൊടുക്കുക. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? നമുക്ക് ബാക്കി നോക്കാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 3.07 ഉണ്ട്, ഇവിടെ 3.07 ഉണ്ട്, ഇവിടെ 0.0193 ഉണ്ട്, ഇവിടെയും 0.0193 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമ്മൾ ജസ്റ്റ് A ആയിട്ട് കൊടുക്കുക. ഓക്കെ, 3.07 A ആയിട്ട് കൊടുക്കുക. A ആണെങ്കിൽ അത് നമുക്ക് A സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ 0.0193 എന്ത് ചെയ്യാം, B ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, B സ്ക്വയർ ആയിട്ട് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്മൾ പറഞ്ഞു 3.07 A ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ 3.07 എന്തായിരിക്കും, അതും A ആയിരിക്കും. ഇനി നോക്കുക, 3.07 ഡിവൈഡ് ബൈ 10 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ സ്ക്വയർ ഇതിനും വരും, ഇതിനും രണ്ടിനും സ്ക്വയർ വരും അല്ലേ? ഇവിടെയാണെങ്കിൽ ഇവിടെയും സ്ക്വയർ വരും, ഇതിലും സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3.07 സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അതും A സ്ക്വയർ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 എഴുതാം. പ്ലസ് ഇതെന്ത് ചെയ്യുക, അത് B ആണ്, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇപ്പൊ B സ്ക്വയർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10നും സ്ക്വയർ വരും, അത്
100 എഴുതാം. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇവിടെ നോക്കാം. a square plus b square all divided by a square by 100 plus b square by 100. ഇവിടെ നോക്കാം. ഇത്രയും കാണുന്ന ഈ ഭാഗം ചെയ്ത് എന്ത് കിട്ടും? താഴെ രണ്ടും 100 ആണ് അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ സെയിം ആക്കി എഴുതുക. അതായത് സ്ക്വയർ റൂട്ടിനകത്ത് മേലുള്ള എ സ്ക്വയർ എഴുതി പ്ലസ് ബി സ്ക്വയർ എഴുതി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? രണ്ട് താഴെ 100 ആണ്. അപ്പോൾ ഇവിടെ 100 എഴുതാം. കോമൺ ആക്കി 100 എഴുതാം. ഇവിടെ ബാക്കിയുള്ള എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതാം. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനെന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി മേലുള്ള എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ മേലേക്ക് വന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നേരെ എന്ത് ചെയ്യും? തല കീഴാവും. അതായത് ഇൻറ്റു എന്താവും? 100 മേലേക്ക് വരും. ഇയാൾ താഴെ തന്നെ കിടക്കുന്നുണ്ടാവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ താഴെ തന്നെ ഉണ്ടാവും. 100 മേലേക്ക് വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ നിങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതിനൊക്കെ മേലേക്ക് ഉണ്ടാവാനും താഴേക്ക് ഉണ്ടാവാനൊക്കെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ ഉണ്ട്. താഴെയും മേലും കോമൺ ആണ് അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതെന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുള്ളത്? 100 മാത്രമേ ഈ റൂട്ടിനകത്ത് ബാക്കിയുള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 10 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പുകൾ ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതാം. 6ാമത്തെ സ്ക്വയർ റൂട്ട് ഓഫ് 0.09 അല്ലേ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ തന്നെ പല ആൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. ഇവിടെ 2 സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ്. ഇവിടെ എന്ത് ചെയ്യാം? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് എടുത്താൽ നമ്മുടെ ആൻസർ ആയി. 0.3 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അത് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യാം? റൂട്ടിനകത്ത് ഇവിടെ 0.09 ആണ്. എന്ത് ചെയ്യാം? പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? 0.09 ഈ പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് വന്നത്. 2 സ്ഥാനം പോക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റു 100 കൊടുക്കേണ്ടി വരും അല്ലേ? മേലെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? താഴെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇവിടെ 9 ഡിവൈഡ് ബൈ 100 കിട്ടും. ഓക്കെ, അതായത് സ്ക്വയർ റൂട്ടിനകത്ത് 9/100 കിട്ടും. 0.09 100 ഗുണിച്ചാൽ 9 കിട്ടും. താഴെയുള്ള 100. ഇനി എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ടിനകത്ത് 9ന്റെ റൂട്ട് 3 ആണ്. 100ന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് ഒഴിവാക്കാം. എന്ത് ചെയ്യാം? 9ന്റെ റൂട്ട് 3 ആണ്. 100ന്റെ റൂട്ട് 10 ആണ്. 3/10 പറഞ്ഞാൽ 0.3. അപ്പോൾ സംശയമുള്ള ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മുടെ ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. സംശയമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ 9ന്റെ റൂട്ട് 3 ആണ്. ഇവിടെ 2 സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനം മാറിയിട്ട് പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ടഫായി തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ പോകാം കേട്ടോ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്ക്വയർ റൂട്ട് ഓഫ് 272 സ്ക്വയർ മൈനസ് 128 സ്ക്വയർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യാം? ചെയ്യാൻ ഇപ്പോൾ പല വഴികളുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം? ആദ്യം 272ന്റെ സ്ക്വയർ കാണാം. ആ സംഖ്യ എന്ത് ചെയ്യാം? മൈനസ് 128ന്റെ സ്ക്വയർ കാണാം. നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിന്റെ സ്ക്വയർ റൂട്ട് കാണാം അല്ലേ? അപ്പൊ അത് ഒരു വലിയൊരു ഒരു നീളം കൂടി അല്ലെങ്കിൽ കുറച്ച് അധികമുള്ള ഒരു സ്റ്റെപ്പുകൾ വരുന്ന പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് ആൻസറുകൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഇവിടെ നോക്കാം. 272 സ്ക്വയർ മൈനസ് 128 സ്ക്വയർ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, അതുപോലെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ,
അതുപോലെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അങ്ങനെ കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിൽ വരുന്ന കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, നമ്മൾ ഈ 272 എന്താക്കി എടുക്കാം, എ ആയിട്ട് പുട്ട് ചെയ്യുക. ഓക്കെ, 272 എന്ത് ചെയ്യാം, നമ്മൾ എ ആയിട്ട് കൊടുക്കുക, 128 നമ്മൾ ബി ആയിട്ട് എടുക്കാം. നമുക്ക് ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ പഠിച്ച സമയത്ത് പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എങ്ങനെ ആക്കി മാറ്റി എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, അപ്പം റൂട്ടിനകത്ത് ഇവിടെ എ പ്ലസ് ബി, ഇതിലിപ്പോൾ ഏതാ എ 272 ആണ്, ബി 128 ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 272 പ്ലസ് 128 എത്ര കിട്ടും, 272 28 300 400. എ പ്ലസ് ബി നമുക്ക് 400 കിട്ടും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ മൈനസ് ബി പറയുമ്പോൾ 272 128 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 144 കിട്ടും. 400 ഇൻറ്റു 144 കിട്ടും റൂട്ടിനകത്ത്. ഇനി നോക്കുക, റൂട്ട് ഓഫ് 400 ഇൻറ്റു 144 ആണ്. നമുക്കറിയാം 400 റൂട്ട് എത്രയാണ്, 20 ആണ്. ഇൻറ്റു 144 റൂട്ട് എത്രയാണ്, 12 ആണ്. നമ്മൾ ഇവിടെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 1 തൊട്ട് ഏകദേശം ഒരു 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12ന്റെ സ്ക്വയർ ആണ് 144, 20ന്റെ സ്ക്വയർ ആണ് 400 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുമ്പോൾ നമുക്ക് 20 എഴുതാം, 144 12 എഴുതാം. ഇനി എന്ത് ചെയ്യുക, 20 12 ഗുണിച്ച് കഴിഞ്ഞാൽ 240 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. വളരെ ചുരുങ്ങിയ സ്റ്റെപ്പേ ഉള്ളൂ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ എഴുതേണ്ട ആവശ്യം. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എഴുതി ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറയുമ്പോൾ സ്റ്റെപ്പുകൾ തന്നെ കുറേ കാണും, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കുറേ സ്റ്റെപ്പുകൾ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ ഈ സ്റ്റെപ്പുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ തലയിൽ വർക്ക് ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊക്കെ പകുതി പണികൾ ഇവിടെ വർക്ക് ചെയ്യണം, കുറച്ച് പണികൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. നമ്മുടെ തലയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്തിട്ടാണ് എന്ത് നമുക്ക് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് മനസ്സിലാവണം. പിന്നെ എന്ത് ചെയ്യുക, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്ത് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 272 കൂട്ടുക പ്ലസ് 128 കൂട്ടുക. അപ്പോൾ നമുക്ക് 400 കിട്ടും. റൂട്ടിനകത്ത് 400 ഇൻറ്റു എ മൈനസ് ബി നമുക്ക് 272 128 കുറച്ച് 144 കിട്ടും. എന്ത് ചെയ്യുക, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ വർക്ക് ചെയ്യണം. പിന്നെ എഴുതാണ്ടാവുക 400 × 144 ആണ്. അതിൻ്റെ റൂട്ട് എടുത്താൽ 20 12 ആൻസർ 240. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മാത്സിൻ്റെ 4ാമത്തെ ക്ലാസ് ആയിരുന്നു. നമ്മുടെ സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് ഉള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരു ദിവസത്തെ ക്ലാസ് പാർട്ട് 1 പാർട്ട് 2 ഉള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ആണിത്. മാത്സ് ക്ലാസ് 4ൻ്റെ 4ാമത്തെ മാത്സ് ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണിത്. ഇതിന് ശേഷം എന്ത് ചെയ്യും, പാർട്ട് 2 വരും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, പാർട്ട് 1 ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ, ഏത് സബ്ജക്റ്റ് ആയാലും പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പാർട്ട് 2 കാണാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.